എന്തോ ചെയ്യും? ഞാനേ കട്ട് തിന്നാനും ഈ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഇവിടെ കയറിയിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. നീ എന്തിനു പേടിക്കണം? ഞാൻ ഇരിക്കുകയല്ലേ. അതാണ് എന്റെ പേടി. പേടിക്കണം എന്തിന്? എന്തുണ്ടാക്കും? നമുക്ക് കഞ്ഞിയും പയറും ഉണ്ടാക്കാം. അതൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് അറിയോ റിങ്കി? എന്തിനാ? നമുക്ക് യൂട്യൂബിൽ നോക്കാടി. നാണം ഉണ്ട് റിങ്കി. ഒന്നുമില്ലെങ്കിൽ കെട്ടിക്കാറായ പുരറിഞ്ഞ് നിൽക്കുന്ന പെണ്ണല്ലേ നീ? വല്ലതൊക്കെ ഉണ്ടാക്കാൻ അറിയൂ? അതെ, കെട്ടിക്കാൻ പ്രായമായെന്നുള്ളത് ശരി, ഓക്കെ. പുര നിറഞ്ഞ് നിൽക്കുന്ന നീയാണ്. ഒരുമിച്ച് നിന്നിട്ട് ഒരുമാതിരി കാലുവരെ ഉണ്ടല്ലോ. ഞാൻ അങ്ങ് പോയി കളയും. നീ ഉണ്ടാക്കിയാതെ ഞാൻ പോയി. അയ്യോ മക്കളെ, എന്റെ പൊന്നുമോളെ ചക്കര, നീ പോലെ എങ്കിൽ വാടി. ഞാൻ ചേച്ചി ചുമ്മാ പറഞ്ഞല്ലേ. അങ്ങനെ പറ. ഞാനേ റെസിപ്പി നോക്കട്ടെ. നീ പോയി അരി കഴുകിട്ടോ. അരി എവിടെ ഇരിക്കണ? അരി എവിടെ കാണും? എവിടെ? എന്റെ ഉച്ചയിൽ. അതിന്റെ അകത്തുണ്ടോ മോളെ? നോക്കടാ അതിനകത്ത്. ഓ മാറങ്ങി. ഓക്കെ. അങ്ങനെയൊക്കെ പറയണം, അപേക്ഷിക്കണ പോലെ പറയണം കേട്ടാ. പിന്നല്ല, എന്നാലും ഞാൻ നിൽക്കുള്ളൂ. എവിടെ പോയി? കത്തി എവിടെ ഇരിക്കണം അറിയോടി? കത്തി കത്തി എവിടെയെങ്കിലും കാണു, പോയി നോക്കാം. ഇതല്ലേ, ഇതിട്ടല്ലേ നമ്മള് കഞ്ഞി ഉണ്ടാക്കണേ? ഓ, അത് കഴുകു. അതെ, അവളമാർ അനക്കൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയാലോ? നീ ഇവിടെ അടങ്ങിയിരി. അവളമാർ അവിടെ ചെയ്യട്ടെ. നിനക്കൊന്നും ഇത്ര അതല്ല, ഒരു കോഴിമുട്ട പൊരിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ചായക്ക് ഇത്തിരി വെള്ളം വെക്കാൻ പറഞ്ഞാലോ മോന്തേ വീർപ്പിച്ചോണ്ട് പോണ ടീംസ് ആണ്. എടി, ഇങ്ങനെയൊക്കെയല്ലേ അവളുമാർ പഠിക്കേണ്ടത്? അവരവിടെ പണിയിട്ട് നീ ഇവിടെ ചുമ്മാരി. അതല്ല, എനിക്കിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കണം. ഞാൻ അടിച്ചു പോകാൻ പോണു. ഇതാ നിന്റെ പ്രശ്നം. ഇച്ചിരി നേരമല്ലേ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കൂല. എന്നിട്ട് റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് പണിയും ഫുൾ ടൈം പണിക്ക് തുടങ്ങും. എടി, അവളുമാർ അവിടെ പണിയിട്ട് അടുക്കളയിൽ ഉള്ള പണിയിൽ പഠിക്കണ്ടേ? എനിക്കിങ്ങനെ ദേഹം അനങ്ങാതിരിക്കാനൊന്നും പറ്റൂല. എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കണം. ഞാൻ ആലോചിച്ചതേ അതൊന്നുമല്ല. ഇവളുമാർ 24 മണിക്കൂറും ഫോൺ എടുത്ത് കൈ വെച്ചോണ്ട് ഒറ്റ കിടപ്പ് കിടക്കും. ഒരനക്കം പോലും ഉണ്ടാവൂല. അത് എങ്ങനെ സാധിക്കുമെന്നാണ്. മടക്കൂലേ? എന്റെ മണി, നീ ലോകത്തൊന്നും അല്ലേ. ഇത് ന്യൂ ജനറേഷനാണ്. ഇവളുമാർക്ക് ഒരാഴ്ച ആഹാരം ഇല്ലാതിരിക്കട്ടെ, അവള് സഹിക്കും. പക്ഷെ 1 മണിക്കൂർ ഫോൺ ഇല്ലാതിരിക്കൂല. അതാണ്. ഞാനേ എന്തായാലും പോയി നോക്കാൻ പോണം. എന്തോന്നാണോ നോക്കട്ടോടെ. നിനക്ക് അത്ര നിർബന്ധമാണോ? എന്നൊരു കാര്യം, പോയി നോക്കണമല്ലോ. പക്ഷെ അടുക്കളയിൽ ഒരു പണി ചെയ്യരുത്. സത്യം. അടുക്കളയിലെ പണിയുടെ മഹത്വം അവളുമാരെന്ന് അറിയട്ടെ. മനസ്സിലായോ? നോക്കട്ടാ. ഞാനും വരാം. ഒരു പണിയും ചെയ്യല്ലേ.